ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്കൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാർക്ക് എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഒക്കെ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ബ്ലം ഒക്കെ ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ബ്ലമ്മിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലോട് തന്നെ ബ്ലം ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ലാസ്റ്റും അതേപോലെ തന്നെ ലീസ്റ്റും ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെലിഗ്രാം പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റും അതേപോലെ തന്നെ നിങ്ങൾ ടെലിഗ്രാം പ്രൊജക്റ്റൊക്കെ വിട്ടിട്ട് ഒരു ടെസ്റ്റിലേക്ക് വരാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ടെസ്റ്റ് നെറ്റിലേക്ക് വരാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫാരോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ഇപ്പോൾ തൊട്ട് ആക്റ്റീവ് ആവാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ ലിക്വിഡിറ്റി പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, ആൾറെഡി തന്നെ ഒരുപാട് ആൾക്കാർ കളിച്ചിട്ടുണ്ടാവും അല്ലേ, എന്തായാലും കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫാരോസ് ടെസ്റ്റിനെ പറ്റി അതിൽ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് എത്രത്തോളം പോയിന്റ്സ് എങ്ങനെയാണ് ഏൺ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ബോട്ടിലൊക്കെ നിന്നിട്ട് അയ്യോ എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെയുള്ളൊരു പ്രൊജക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതിൽ എളുപ്പമായിട്ടുള്ള സ്റ്റെപ്പായിരിക്കും ഈ ഫാരോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പോൾ എന്തായാലും ടൈം ഫാമിൻ്റെ അപ്ഡേറ്റ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. നമ്മൾ പണ്ടൊക്കെ 170 രൂപ ഈ ഒരു ഏഞ്ചൽ ഫണ്ട് ലൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ലൂട്ട് ഇപ്പോഴും കറക്റ്റായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാശ് കിട്ടുന്ന ലൂട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടും. ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നേരെ UPI ID കൊടുക്കുക. UPI ID കൊടുത്തതെന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് UPI ID കിട്ടുക, നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ നമുക്ക് UPI ID എന്തായാലും കിട്ടും. ആ ഒരു UPI ID ഇവിടെ പേസ്റ്റ് ചെയ്തത് ഡയറക്റ്റായിട്ട് പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കാണ്. അവിടെ പോയിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, അതിലൊരു KYC കംപ്ലീറ്റ് ചെയ്യുക. അക്കൗണ്ട് ആക്ടിവേറ്റ് ആയ ഉടനെ തന്നെ നിങ്ങളുടെ GPayയിൽ 170 രൂപയാണ് കിട്ടുക. ഞാൻ ഈ ഒരു ലിങ്ക് ഇന്നലെയാണ് ഇട്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് നെഗറ്റീവാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരിക്കൽ കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയറുന്ന പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പൈസ കിട്ടും. എനിക്ക് ഇന്നലെ കിട്ടിയായിട്ടുള്ള ഈ ക്യാഷാണ്. ഇന്നലെ 3-4 പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 170 രൂപ മൊത്തം 510 രൂപയാണ് എനിക്കും കിട്ടിയിട്ടുണ്ടാവുക, അവർക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം നോക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് 170 രൂപ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ടൈം ഫാമിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം ഫാമിൽ നമുക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ റീസെൻ്റ്ലി തന്നെ AMA നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് AMA, ആസ്ക് മീ എനിത്തിങ്, അങ്ങനെയുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ അവരായിട്ട് ഒരു ലൈവ് ചാറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മേജറായിട്ട് കുറച്ച് അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എയിം ഫോർ ഡ്രോപ്പ് സ്റ്റാർട്ട് മിഡ് എൻഡ് ജൂലൈ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എപ്പോഴാണ് ഒന്നില്ലെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്ത് തരുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു സ്വാപ്പിംഗ് നടക്കാൻ പോകുന്നത്? അപ്പോൾ ഈ മാസം ജൂലൈ മാസം പാതി ടു എൻഡ് ആവുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സ്വാപ്പിങ്ങിൻ്റെ ഒരു ഫീച്ചറൊക്കെ അവൈലബിൾ ആയിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടൈം ടോക്കൺ എത്ര സെക്കൻഡ്സ് ആണ് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. 200 മില്യൺ സെക്കൻഡ്സ് ആണ് ഒരു ടൈം ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ. ആൾറെഡി ലിസ്റ്റ് ആയിട്ടുള്ള ബൈബിറ്റിലും അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചിലൊക്കെ ട്രേഡ് നടക്കുന്ന ഈ ഒരു ടൈം ടോക്കൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള 200 മില്യൺ സെക്കൻഡ്സ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നോ ഫീസ്, ഓൺലി ഫോർ ഗ്യാസ് ഫീസ് വെൻ വിഡ്രോയിങ് ഓൺ ചെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കണോ, ഒന്നും കൊടുക്കേണ്ട. നിങ്ങളുടെ ഈ ഒരു ടൈം ടോക്കൺ ആയിട്ട് കൺവേർട്ട് ആകുമ്പോൾ അവിടെ നിന്നുള്ള ഒരു ഓൺ ചെയിൻ ഗ്യാസ് ഫീ മാത്രമായിരിക്കും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതുമല്ലാതെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ്സ് ലിസ്റ്റിംഗ് സ്റ്റിൽ ഓൺ റോഡ് മാപ്പ് ബട്ട് ഡ്രോപ്സ് ഫസ്റ്റ്. അപ്പോൾ ഈ കയ്യിലുള്ള സെക്കൻഡ്സ് ഒരു യൂസ്ലെസ് ടോക്കൺ ആണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ആൾറെഡി തന്നെ റോഡ് മാപ്പിൽ സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോക്കൺ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടോ അതിനൊക്കെ ഒരു വാല്യൂ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും റീസെൻ്റ്ലി തന്നെ ടെലിഗ്രാം പ്രൊജക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് പ്രൊജക്റ്റുകളിൽ നമുക്ക് എന്താണ് നല്ലൊരു പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ എക്സൈറ്റിംഗ് പ്രൊജക്റ്റ് ടു ബി അൺവീൽഡ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. അപ്പോൾ വീണ്ടും ഈ ഒരു സെക്കൻഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് എന്താണ് അടുത്ത മാസം വരാനുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് വേറൊരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം ഫാമിൽ നമുക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്. ആദ്യത്തെ 20% ആണോ നമുക്ക് എന്ത് കിട്ടുക, ടോക്കൺ കിട്ടുക എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പോൾ എനിക്കിവിടെ മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ കയ്യിലുള്ള 20% ആണ് നിങ്ങൾക്ക് എന്താവുന്നത്, ഇത് കൺവേർട്ട് ആവുന്നത്, ഇല്ലെങ്കിൽ ആ വെറും 20% മാത്രമാണ് കൺവേർട്ട് ആവുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കത് തെറ്റാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് തിരുത്തി കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഈസ് കമ്മിങ് എന്നുകൊണ്ടുള്ള ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അവരിവിടെ പറഞ്ഞിട്ടുണ്ട് ദ ടൈം ടോക്കൺ ഡ്രോപ്പ് വിൽ ഹാപ്പൻ ഇൻ സ്റ്റേജസ്. അപ്പോൾ പല സ്റ്റേജ്
സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു ടൈം ടോക്കൻ്റെ ഡ്രോപ്പ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ആൻഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് 20% ഓഫ് ടോട്ടൽ ടൈം വിൽ ബി ഡിസ്ട്രിബ്യൂട്ട് എമൗണ്ട് ക്വാളിഫൈ യൂസേഴ്സ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള 20% അല്ല അവർ പറഞ്ഞിട്ടുള്ളത്. എത്ര ടൈം ടോക്കൺ ആണ് അവർ എയർ ഡ്രോപ്പ് ആയിട്ട് തരാൻ പോകുന്നത്, അതിൻ്റെ 20% ആണ് ക്വാളിഫൈഡ് യൂസേഴ്സിന് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ കയ്യിൽ എത്ര ടോക്കൺസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടോ അതിൽ നിങ്ങൾ ക്വാളിഫൈ ആയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തീർച്ചയായിട്ടും അത് കാശാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലിപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഞാൻ ഇവിടെ ഒന്നും കൂടി വായിച്ചു തരാം. 20% ഓഫ് ദ ടോട്ടൽ ടൈം അലോക്കേറ്റഡ് ഫോർ ദ ഡ്രോപ്പ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഒരു 100% അവർ എയർ ഡ്രോപ്പിന് മാത്രമായിട്ട് കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 20% ഈ ഒരു ക്വാളിഫൈഡ് യൂസേഴ്സിനാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്വാളിഫൈഡ് യൂസേഴ്സ്, അതായത് നിങ്ങൾ മേ ബി ടൈം എന്ന് പറഞ്ഞിട്ടുള്ള വാച്ച് അപ്ഗ്രേഡ് ചെയ്ത ആൾക്കാർക്കായിരിക്കും കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ക്വാളിഫൈ ആയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സെക്കൻഡ്സിലൊക്കെ ഫ്യൂച്ചറിൽ എന്തായാലും ഒരു വാല്യൂ ഉണ്ടാവാനുള്ള സാധ്യതകളും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ്സ് ഒന്നും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഏകൊരു വഴി പൈസ മുടക്കാണ്ടുള്ളൊരു വഴി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഏൺ സെഷനിലേക്ക് വരിക. നമുക്കിവിടെ സെക്കൻഡ് സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സെക്കൻഡ്സ് ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സിനൊക്കെ സ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എക്സ്ട്രാ സെക്കൻഡ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യം. ഒരുപാട് 3 മാസം 4 മാസം ഒന്നും വെക്കേണ്ട. ഒരു 10 ദിവസം മാക്സിമം അല്ലെങ്കിൽ 15 ദിവസം മാക്സിമം 3 ദിവസമൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാൻ നോക്കുക. അപ്പം ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഫാരോസ് ടെസ്റ്റ് നെറ്റ് പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടെലിഗ്രാമിൻ്റെ ഈ ഒരു പ്രൊജക്റ്റൊക്കെ നമ്മളിപ്പോൾ നിർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ടെസ്റ്റ് നെറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു ലിസ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ UXUI എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്, അതേപോലെ തന്നെ മിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്, ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് മാത്രമാണ് ഞാൻ ഇനി നോക്കുന്നുള്ളൂ. വേറെ ഒരു ടെലിഗ്രാം പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇനി നോക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരെ ഇവിടെ എൻ്റെ ചാനലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്, ഈ ഒരു ഫാരോസ് നിങ്ങൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു ലിങ്കിൽ കയറാൻ പോവാണ്. ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്നുള്ള ലിങ്ക് നിങ്ങൾ എവിടെ കൊണ്ട് കോപ്പി ചെയ്യണം, നമുക്ക് ഈസി ആയിട്ട് എല്ലാ ട്രാൻസാക്ഷനും നടത്തണമെങ്കിൽ മെറ്റാമാസ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഞാനപ്പോൾ അവിടെ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നേരെ ഇവിടെ നിന്ന് കോപ്പി കൊടുക്കുന്നുണ്ട്. നേരെ ഞാൻ വരുന്നത് എൻ്റെ മെറ്റാമാസ്ക് വാലറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾ മെറ്റാമാസ്ക് വാലറ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ മെറ്റാമാസ്ക് ആണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിരിക്കും പല കാര്യങ്ങളും എന്ന് വിചാരിച്ചിട്ടാണ് മെറ്റാമാസ്ക് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെറ്റാമാസ്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റാമാസ്കിലേക്ക് നേരെ ഇവിടെ ഒരു ഡിസ്കവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ 2 ഡോട്ട് അപ്പ് ആൻഡ് ഡൗൺ കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഡിസ്കവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ. അപ്പോൾ അക്കൗണ്ട് 1 ആക്റ്റീവ് ഫോർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് ഞാൻ നേരെ എന്ത് ചെയ്യുകയാണ്, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫാരോസിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതിൽ മേജർ ആയിട്ടുള്ള സ്റ്റെപ്പുകളുണ്ടോ, ഒരു സ്റ്റെപ്പുകളും ഇല്ല. നിങ്ങളിത് ഓപ്പൺ ചെയ്തു, നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ വാലറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി ചെക്കിൻ നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി ചെക്കിൻ ചെയ്യുക. ഒരുപാട് ആൾക്കാർ ലെവൽ 4 ഒക്കെ ആൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കളിച്ചിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്താണ് ഇതിൽ കുറേ പോയിന്റ്സ് നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് താഴോട്ട് വന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഈ ഒരു സ്വാപ്പും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ വെബ്സൈറ്റുകൾ അവർ എന്ത് ചെയ്തിട്ടില്ല, തനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതൊക്കെ അവർ ഈസി മെത്തേഡ് ആക്കിയിട്ട് വീണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഷെനക്ത് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, ഫാരോസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ മേജറായിട്ട് ചെയ്യാനുള്ളത് ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാണ്, അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അവർ മെയിൻ നെറ്റിലേക്കൊക്കെ വരുമ്പോൾ അതിന് നല്ലൊരു ഫങ്ഷനാലിറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളൊരു എംപ്ലോയീസ് പോലെ തന്നെയാണ് നിങ്ങൾ കണക്കാക്കുക. നമ്മൾ ഇതിൽ എത്രത്തോളം ഈ ഒരു സ്വാപ്പ് ചെയ്യുന്നോ ട്രാൻസ്ഫർ ചെയ്യുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നോ നമുക്ക് അത്രത്തോളം പോയിന്റ്സ് ആണ് കിട്ടുക. അപ്പോൾ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടോക്കൺ ആണ് ടെസ്റ്റ് നെറ്റ് ടോക്കൺ. അതിന് റിയൽ വാല്യൂ ഇല്ല. ഇങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്കൺ ആണ് ടെസ്റ്റ് നെറ്റ് ടോക്കൺ എന്നുള്ളത് മനസ്സിലാക്കുക. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, സെൻഡ് ടു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഇൻവൈറ്റ് ഉണ്ട്, ഫാരോസ് ഐഡന്റിറ്റി സർവീസ് ഉണ്ട്, കളക്ട് NFT ഉണ്ട്. അപ്പോൾ നിങ്ങൾ താഴോട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് സോഷ്യൽ ടാസ്ക് ഉണ്ടാവും. ഏതൊരു ടെസ്റ്റ് നെറ്റിൽ നിങ്ങൾ സോഷ്യൽ ടാസ്ക് മസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യണം. ഒരു 3 അക്കൗണ്ടെങ്കിലും മിനിമം കണക്ട് ചെയ്യണം എന്നാണ് എല്ലാ പ്രൊജക്റ്റിലും പറയുക. ഇതിൽ നമുക്ക് എല്ലാ അക്കൗണ്ടിലും
എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സോഷ്യൽ ടാസ്ക് കണക്ട് ചെയ്യുക. അത് കണ്ട് ഞാൻ നേരെ ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരുമ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഗൂഗിളിൽ തന്നെ ഇത് വേറൊരു ലിങ്കിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇതൊരു കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈ ഒരു സെനത്ത് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെറ്റാമാസ്കിൽ തന്നെ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലിങ്ക് ഞാൻ നേരെ ഇവിടെ എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തനി ലിങ്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുള്ള പോസ്റ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ ഞാൻ നേരെ ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. മെറ്റാമാസ്കിൽ നമുക്ക് മാക്സിമം ടാബൊക്കെ എന്ന് പറഞ്ഞാൽ 5 ടാബൊക്കെയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 5 ടാബ് നിങ്ങൾ ഏത് പ്രൊജക്റ്റാണോ ചെയ്യുന്നത് ആ ഒരു പ്രൊജക്റ്റ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ സെനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫോസെറ്റ് ക്ലെയിം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു ടെസ്റ്റ്നെറ്റ് ടോക്കണൊക്കെ കിട്ടുക എന്നുള്ള കാര്യം ചോദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫോസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമുക്കിവിടെ USDT 1000 USDC നമുക്ക് ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓരോ 24 മണിക്കൂറിലാണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. ആ ഒരു ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള പല ഓപ്ഷൻ നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റി പൂളിൽ നിങ്ങൾ ആഡ് ചെയ്യാനുള്ളത് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്താണ് സ്ലോ ആയിട്ട് പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ഫോസെറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ ആൾറെഡി ക്ലെയിം ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഹ്യൂമൻ വെരിഫിക്കേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. നിങ്ങൾ ആ റിക്വസ്റ്റ് ടോക്കണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ട്രേഡ് സെഷനിലേക്ക് വരിക. ട്രേഡ് സെഷനിലേക്ക് വന്നിട്ട് നമുക്കിവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടോക്കണിൽ നിന്ന് വേറൊരു ടോക്കണിലേക്ക് മാറ്റുക. എത്രത്തോളം ട്രാൻസാക്ഷൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പോയിന്റ്സ് കയറുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫാരോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്റ്റഡ് ടോക്കൺ ഏതൊരു ടോക്കൺ ആയിട്ടാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാനിവിടെ USDC കോയിൻ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ എല്ലാം ഒന്ന് ലോഡായി കഴിഞ്ഞാൽ എത്രത്തോളം ടോക്കൺ നമുക്കിവിടെ ഉണ്ട് എല്ലാം കാണും. നിങ്ങൾ മാക്സിമം കുറവ് തന്നെ എടുക്കുക. 0.01 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ തന്നെ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഫെച്ച് കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിലും അവർ എടുക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, സ്വാപ്പ് എന്ന് കൊടുക്കുക, കൺഫേം സ്വാപ്പ് കൊടുക്കുക. അങ്ങനെ ഇത് കൺഫേം ആയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ ഇവിടെ ഒരു ഓപ്ഷൻ കണക്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് സ്വാപ്പ് ഓട്ടോമാറ്റിക്കലി ആവും. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതേ വെബ്സൈറ്റ് പോലെ തന്നെയാണ് ഫാരോസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റും. ഇതേ പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾ അവിടെയും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ വാലറ്റിൽ കൺഫർമേഷൻ വരും. ചിലവരുടെ ഫോണിനനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഇവിടെ വന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ കൊടുക്കുക. കുറച്ച് രീതിയിൽ വളരെയധികം ലാഗും സ്ലോവും ഉണ്ടാവും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് നെറ്റ് ആണ്. ടെസ്റ്റ് നെറ്റിൽ ലാഗും ഇതും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ ഇത് ഫാസ്റ്റ് ആക്കാനും നമ്മുടെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തരുന്നത്. അപ്പോൾ ചില ഇടയിലൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നെന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഫാരോസ് ആപ്പിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതേ ഫാരോസ് സൈറ്റിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫാരോസിൽ ഫാരോസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഈ ഒരു സെന്നത്തിൽ എങ്ങനെയാണോ ഇത് സ്വാപ്പ് ചെയ്ത് അതേപോലെ തന്നെ ഉള്ള സ്റ്റെപ്പ് ആയിരിക്കും ഈ ഒരു ഫാരോസിലും. അതിലെങ്ങനെയാണോ ലിക്വിഡിറ്റി പൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും ലിക്വിഡിറ്റി പൂൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാനപ്പോൾ ഈ ഒരു സൈറ്റിൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി പൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു മെനു സെക്ഷൻ ഉണ്ട്. അതിലിവിടെ പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിവിടെ ആൾറെഡി തന്നെ ഉള്ള എല്ലാ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പൂളും ആൾറെഡി ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും നമ്മളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. PMM പൂൾ എന്ന് തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ ടോക്കൺ പ്രയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്, എത്രത്തോളം ടോക്കൺസ് ആണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളോട് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ലെസ് ടോക്കൺസ് മാത്രം ചൂസ് ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു ഗ്യാസ് ഫീ നമുക്ക് എന്താണ് ഈ ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫാരോസിൽ 25% ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അവൈലബിൾ ടോക്കൺ നിങ്ങളുടെ കയ്യിൽ ഏതൊരു ടോക്കൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ 25% ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് USDT എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് എത്രത്തോളമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിലൊരു ടയർ കൊടുക്കുന്നത് 0.0 ഇല്ലെങ്കിൽ 0.3% ആണ് ടയർ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓട്ടോമാറ്റിക്കലി വരുന്നത് തന്നെ ക്രിയേറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഇവിടെ ഒന്നും കൂടി ക്രിയേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ നമുക്ക് എല്ലാം കൺഫർമേഷനൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട
ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെസ് എമൗണ്ട് ഓരോ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ മാക്സിമം ഫാരോസ് അവിടെ അത്രയും കണ്ട് അവർ കൊണ്ട് മാക്സിമം തൊട്ടു അങ്ങനെ തൊട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻ നടക്കില്ല. ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ട്രാൻസാക്ഷൻ ആകുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ സമയം എടുക്കും. അപ്പോൾ ഇനി അങ്ങനെയുള്ള എടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമാണ്. അപ്പോൾ ഇനി നമുക്കൊരു കൺഫർമേഷൻ വരും. ആ ഒരു കൺഫർമേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഓപ്പൺ നിന്ന് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യത്തിനൊക്കെ വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം പോകും. ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഫാരോസ് സൈറ്റിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഫാരോസ് സൈറ്റിൽ ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് വീണ്ടും ഒരു NFT മിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പല പുതിയ ഇവൻ്റെ എക്കോസിസ്റ്റത്തിൽ പല പ്രൊജക്റ്റിലും അവർ പുതിയ ആക്ടിവിറ്റീസ് കൊണ്ടുവരും. ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫാരോസ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ NFT മിൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിൽ എൻഗേജ്മെൻറ്റും പോയിന്റ്സ് കൂടാനുള്ള ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് സിസ്റ്റവും എത്രത്തോളം പോയിന്റ്സ് ആണുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ ഫാരോസിൽ ഞാൻ വീണ്ടും വരികയാണ്, ടെസ്റ്റ് നെറ്റ് ഫാരോസിലേക്ക് വന്നു. ഇവിടെ NFT മിൻറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു NFTക്ക് നിങ്ങൾക്ക് ഇവിടെ ഈടാക്കുന്നത് 1 ഫാരോസ് ആണ്. അപ്പോൾ നിങ്ങൾ സെനത്തിൽ പോവുക, അവിടെ പോയിട്ട് ഫോസെറ്റ് നിന്ന് ഒരു 1000 USDC എടുക്കുക. എന്നിട്ട് ആ USDT നേരെ എന്ത് ചെയ്യുക, ഫാരോസ് ആയിട്ട് സ്വാപ്പ് ചെയ്യുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, നേരെ ഇവിടെ താഴോട്ട് വന്നിട്ട് കളക്ട് NFT എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു NFT നിങ്ങൾ എന്ത് ചെയ്യുക, മിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ മിൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഇത് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഇത് എന്ത് ചെയ്യാം, ഇത് മിൻറ്റ് ചെയ്യാം. ഒരാൾക്ക് എത്ര എണ്ണം വേണമെങ്കിൽ മിൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുവരെ മിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഫാരോസ് ഉണ്ടെങ്കിൽ ഇത് മിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് പോയിന്റ് ഏൺ ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ നെഗറ്റീവും കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, പറഞ്ഞുതരാം. എന്താണ് മേജർ ആയിട്ടുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബിനാൻസ് ആൽഫയിൽ ഈ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട് എന്നുള്ളൊരാണ് ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു നെഗറ്റീവ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. എന്താണെന്ന് പറഞ്ഞാൽ ബിനാൻസ് ആൽഫയിലൊക്കെ ഇത് ട്രേഡിംഗ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്. മേ ബി ഇതൊരു നല്ല പ്രൊജക്റ്റ് ആണ്, ഇല്ലെങ്കിൽ നല്ല കമ്മ്യൂണിറ്റിക്ക് നല്ല സപ്പോർട്ടൊക്കെ ആണ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് സിസ്റ്റം അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ 91 ടൈംസ് നിങ്ങൾ ഒരു ഫ്രണ്ട്സിനൊക്കെ ഒരു ടോക്കൺ സെൻഡ് ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ഒരു ടോക്കൺ അല്ല എത്രത്തോളം ടോക്കൺ സെൻഡ് ചെയ്യുന്നുണ്ടോ, എത്ര ടൈംസ് ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ, നിങ്ങൾക്ക് 1000 പോയിന്റ്സ് ആണ് കിട്ടുക. 91 ടൈംസ് സ്വാപ്പ് ചെയ്യുന്നുണ്ടോ സെന്നത്തിൽ, അവിടെ നിന്ന് 1000 പോയിന്റ്സ് കിട്ടും. അതേപോലെ തന്നെ 91 ടൈംസ് ഈ ഒരു സെന്നത്തിൽ ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് 1000 പോയിന്റ്സ് കിട്ടും. അതേപോലെ തന്നെ ഈ ഫാരോസ് ആപ്പിൽ നിങ്ങൾ ആഡ് ചെയ്ത 1000 പോയിന്റ്സ് കിട്ടും. ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്ത 1000 പോയിന്റ്സ് കിട്ടും. അപ്പോൾ എത്രത്തോളം ലിക്വിഡിറ്റി പൂൾ ആഡ് ചെയ്യുന്നോ, സ്വാപ്പ് ചെയ്യുന്നോ, അതൊക്കെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ NFT മിൻറ്റ് ചെയ്ത 500 പോയിന്റ്സും ഇപ്പോൾ ഒരു ഡൊമൈൻ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഡൊമൈൻ രജിസ്ട്രേഷൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഇട്ട് തന്നിട്ടുണ്ട്. ആ ഓഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്നാണ് എനിക്ക് എന്ത് ചെയ്തിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. 8 മില്യൺ ഫണ്ടിങ്ങൊക്കെയാണ് ഫാരോസ് ടെസ്റ്റിനിൽ കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ലിസ്റ്റിംഗ് ഉണ്ടാവും. വിത്തിൻ ഒരു 3 months കൊണ്ടൊക്കെ ഇതിൻ്റെ ലിസ്റ്റിംഗ് ആവുമെന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി, ഇങ്ങനെയുള്ള ടെസ്റ്റ് നെറ്റ് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് തരിക, എന്നെ വല്ല തെറിയുണ്ടെങ്കിൽ അതും വിളിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.